മനസ്സിന്റെ അകക്കണ്ണുകൊണ്ട് ദൈവ ചൈതന്യം ദർശിച്ച ഒരു കുർബാന. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയാണ് കാഴ്ചാപരിമിതി ഉള്ളവർക്കായി പ്രത്യേക കുർബാന സംഘടിപ്പിച്ചത്. കുർബാന കാണാനെത്തിയവരും വചനപ്രഘോഷണത്തിനെത്തിയ വൈദികനും ഗാനശുശ്രൂഷയ്ക്കെത്തിയവരുമെല്ലാം കാഴ്ച പരിമിതിയുള്ളവരാണ്. ഹൃദയത്തിന്റെ കണ്ണുകളാൽ അവർ കുർബാന കണ്ടു, സ്തുതിഗീതങ്ങൾ ആലപിച്ചു. എനിക്ക് കാഴ്ച പോയതിനു ശേഷം കാഴ്ച ഇല്ലാത്ത ഒരു സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ വളരെ സൂക്ഷിക്കുക, പരിചയമുള്ള സ്ഥലത്ത് പോലും വളരെ വേഗത്തിൽ നടക്കാൻ പാടില്ല, കാരണം നമ്മുടെ മുമ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചിലപ്പോൾ ആ മുന്നറിയിപ്പ് തെറ്റിച്ചിട്ടുണ്ട്, ഞാൻ അത് അനുഭവിച്ചു. തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്തി ക്രിസ്തുദാസ് പിതാവാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. നിങ്ങൾക്ക് കാഴ്ചയില്ല, പക്ഷേ ദൈവത്തിന്റെ കണ്ണ് നിങ്ങളോടൊപ്പം എപ്പോഴും കൂടുതൽ. ഇത് ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക. കാഴ്ചകളും അർപ്പിച്ച കുർബാനയും സ്വീകരിച്ച് അവർ മടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: യേശു എന്നു പേരുള്ള ഒരാൾ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണിൽ പുരട്ടി. നീ സീലോഹായിൽ പോയി കഴുകാൻ പറഞ്ഞു. ഞാൻ കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. ഇതുപോലെ തങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു ദിവസം അത്ഭുതം പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇവർ എല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യട്ടെ. രതീഷ് പെൺപകലിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.